സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് വേതനം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും നിരവധി സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്കും വേതനം ലഭിച്ചിട്ടില്ല. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി മുടക്കമില്ലാതെ നടപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് പാചക തൊഴിലാളികൾ. വേതനം മുടങ്ങിയതോടെ കുടുംബ ചെലവുകൾ, ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വായ്പാ തിരിച്ചടവ് തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ പലരും പ്രയാസപ്പെടുകയാണ്. വേതനം ലഭിക്കാത്ത സാഹചര്യത്തിൽ കടം വാങ്ങി മറ്റുള്ളവരുടെ സഹായം തേടിയുമാണ് പല കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഈ മാസം കൂടെ ആകുമ്പോൾ 2 മാസം ശമ്പളമാകും കിട്ടിയിട്ട്. ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നതെന്ന് പോലും ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. രാവിലെ വന്ന് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമുക്കാരും ഇല്ലാത്തതൊക്കെയാണ്. ഈ പണികളിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പാചക തൊഴിലാളികളുടെ സേവനം അനിവാര്യമായതിനാൽ അവരുടെ വേതനം കൃത്യസമയത്ത് വിതരണം ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. വേതനം കുടിശ്ശികയായതിനാൽ തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുകയാണ്. പാചകപ്പുരയും പാത്രങ്ങളും വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ ദിവസം നിർവഹിക്കുന്ന ഇവർക്ക് വേതനം വൈകുന്നത് കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്.